കഴിഞ്ഞ വീഡിയോയുടെ താഴെ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ആ സംശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൺലൈൻ ത്രൂ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ആളാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ചോദ്യത്തിൽ ഏജ് മെൻഷൻ ചെയ്തിട്ടില്ല. 2 തരത്തിൽ കുട്ടികൾക്ക് വേണ്ടി പോളിസി എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പോളിസി എടുക്കുകയോ പാരൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുകയോ ചെയ്യാം. പാരൻസിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോളിസി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് വേണ്ടി പോളിസി എടുക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന പോളിസികൾ നോക്കിയെടുക്കുക. ചെറിയ ക്ലെയിം വന്നാൽ പോലും നോ ക്ലെയിം ബോണസിനെ ബാധിക്കാത്ത തരത്തിലുള്ള പോളിസികൾ എടുക്കുക. ഡെയിലി ക്യാഷ് അലവൻസ് പോലെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്ന പോളിസികൾ എടുക്കുക. കുട്ടികൾക്ക് വേണ്ടി പോളിസി എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറുടെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ മുഴുവൻ ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയും ഇൻഡിവിജ്വൽ പോളിസിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഏത് പോളിസിയിൽ നിന്നാണ് കസ്റ്റമേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നത്? പഴയ ഫോണും പുതിയ സ്മാർട്ട് ഫോണും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ഈ 2 പോളിസികളും തമ്മിലുള്ളത്. ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികൾ നമുക്ക് എന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ ഇൻഡിവിജ്വൽ ഓർ ഫാമിലി പോളിസികൾ ക്ലെയിം ഇല്ലാതെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്കിനി പോളിസി എടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ. നിബന്ധനകൾക്ക് വിധേയമായി നമുക്ക് പോളിസി എടുക്കാൻ സാധിക്കും. ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, ഏത് രോഗമായാലും താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് റിപ്പോർട്ട് അയച്ചു തരികയാണെങ്കിൽ അത് അനലൈസ് ചെയ്തതിന് ശേഷം ഏതു കമ്പനിയുടെ ഏത് പോളിസിയാണ് നിങ്ങൾക്ക് അനുയോജ്യമാകുന്നതെന്ന് പറയാൻ സാധിക്കും എനിക്ക്. നിലവിലുള്ള രോഗങ്ങൾ പറയാതെ പോളിസി എടുത്താലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? ഈ ഒരു ചോദ്യം ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. പലരും ചെറിയ രോഗാവസ്ഥകൾ മുഴുവനായി പറയാതെയാണ് പോളിസി എടുക്കാറുള്ളത്. അത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ക്ലെയിം ഉണ്ടാകുന്ന സമയത്ത് മുഴുവനായി ക്ലെയിം കിട്ടാത്ത അവസ്ഥ വരികയും ഹെൽത്ത് ഇൻഷുറൻസ് ഒരു തട്ടിപ്പാണെന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടാറും ഉണ്ട്. പോളിസി എടുക്കുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറോട് പൂർണ്ണമായ രോഗാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ പോളിസി എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറിന് നിങ്ങൾക്ക് അനുയോജ്യമായ ഏത് കമ്പനിയുടെ ഏത് പോളിസി വേണമെന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പുതുതായി പോളിസി എടുക്കാൻ നിൽക്കുന്ന ആളാണ് ഞാൻ. ഏത് കമ്പനിയുടെ പോളിസി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്? എൻ്റെ അഭിപ്രായത്തിൽ ഒരു കമ്പനിയുടെ മാത്രം പോളിസി ചെയ്യുന്നവരിൽ നിന്ന് പോളിസി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നിലധികം നല്ല കമ്പനികളുടെ പോളിസികൾ ചെയ്യുന്നവരിൽ നിന്നും പോളിസി എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് അനുയോജ്യമായ പോളിസി സജസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് വരുന്ന ന്യൂലി വെഡഡ് കപ്പിൾസിന് സജസ്റ്റ് ചെയ്യുന്ന പോളിസി ആയിരിക്കണമെന്നില്ല ഞാൻ ഒരു പ്രായമായ ദമ്പതികൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത്. 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി 1-2 കമ്പനികളെ സമീപിച്ചപ്പോൾ പല പ്രീമിയങ്ങളാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? എൻ്റെ അഭിപ്രായത്തിൽ എമൗണ്ട് നോക്കി പോളിസി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ കൂടെ ചെറിയൊരു എമൗണ്ട് കൂടുതൽ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് പ്രീമിയം പറയുമ്പോൾ അതിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്നുകൂടി അഡ്വൈസറിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു നല്ല കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും അനിവാര്യമാണ്. വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവുകളെ നേരിടുന്നതിന് വേണ്ടി, മെഡിക്കൽ ഇൻഫ്ലേഷനെ തരണം ചെയ്യുന്നതിന് വേണ്ടി
ഏറ്റവും നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടിയേ തീരൂ. പോളിസി നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തോളൂ. പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലോ ഇമെയിൽ ID യിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.